അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിവാഹം കഴിക്കാൻ പുതിയാപ്പിളമാർ പുതിയ പെണ്ണ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു ശൈലിയാണ് ലോകത്ത് എമ്പാടും എല്ലാ മതസ്ഥരുടെ ഇടയിലും എല്ലാ സംസ്കാരങ്ങളിലും ഉള്ളത്. അതിന് കാരണമായി പറയുന്ന ഒരു ചരിത്ര സംഭവത്തെ സൂചിപ്പിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹ അഥവാ പ്രഥമ മനുഷ്യൻ, അവിടുത്തെ ഇണയെ വരിക്കാനായി കണ്ട മാത്രയിൽ ആഗ്രഹിച്ചപ്പോൾ നടന്ന ഒരു സംഭവം, സ്വർഗത്തിൽ വെച്ച് നടന്നതാണ് വിവാഹം. ദുനിയാവിലും അള്ളാഹു ആ വിവാഹം സംവിധാനിച്ചിട്ടുണ്ട്. നാളെ സ്വർഗത്തിൽ തുടരുന്നതുമായ ഒരു ഇബാദത്താണ് വിവാഹം. അപ്പോൾ സ്വർഗത്തിൽ തുടർന്ന് സ്വർഗത്തിൽ ആരംഭിച്ച് ദുനിയാവിൽ തുടർന്ന് വീണ്ടും സ്വർഗത്തിൽ സംവിധാനിച്ചിട്ടുള്ള ഒരു ഇബാദത്താണ് വിവാഹം. ആ വിവാഹത്തിൻ്റെ ആദ്യ വിവാഹത്തിൻ്റെ ഈ ലോകത്തെ ഈ ഭൂമിയിലെ ഈ സംവിധാനത്തിലെ ഈ പ്രപഞ്ചത്തിലെ ആദ്യ വിവാഹത്തിൻ്റെ ഒരു രംഗം നമുക്ക് ഇങ്ങനെ വായിക്കാം. അളവറ്റ അഴകും ഹവ്വയിൽ നൽകുന്നതായി സ്വർഗീയ ഹുലലിൽ 70 ധരിപ്പിച്ചതായി ശിരസിൽ കിരീടം വച്ചതും ലംഘുന്നതായി പൊന്നിൻ കസേരയിൽ തന്നെ റബ്ബിരുത്തുന്നതായി. ബഹുമാനപ്പെട്ട ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹായ സൃഷ്ടിച്ചതിന് ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടത്തേക്ക് വിവാഹം കഴിച്ച് തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹ അവിടുത്തെ സ്വർഗീയമായ അഴകിങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് സ്വർഗത്തിലെ 70 ആഭരണങ്ങളും ധരിക്കപ്പെട്ട് സ്വർഗത്തിലെ കിരീടം ശിരസിൽ ധരിച്ച് നല്ല പൊന്നിൻ്റെ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട കസേരയിൽ ഇങ്ങനെ അഴകോടെ അള്ളാഹു ഇരുത്തി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അതാ അവിടെ ഒരു സ്ത്രീ, സ്വർഗസ്ത്രീ ഇരിക്കുന്നു, സുന്ദരിയായ സ്ത്രീ ഇരിക്കുന്നു. ആദം ഉറക്കിൽ നിന്നുണർന്നിത് കണ്ട് അതിരറ്റ ഹുബ്ബവരോട് കൽബിലുമുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സൗന്ദര്യത്തിൻ്റെ സ്വരൂപത്തെ കണ്ടപ്പോൾ വല്ലാത്ത ഇഷ്ടം. കാരണം സ്വർഗത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നപ്പോൾ എല്ലാ ജീവികളിലും ഇണകളെ കണ്ടു. പടച്ചവനെ, എല്ലാത്തിനും ഇണകളുണ്ട്, എനിക്ക് മാത്രം ഇണയില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കുകയും വിഷമിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഇണയെ സൃഷ്ടിച്ചത്. അപ്പോൾ ഹവ്വാ ബി റളിയല്ലാഹു അൻഹ നല്ല സൗന്ദര്യത്തിൽ ഇങ്ങനെ ആ കസേരയിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചോദിക്കുകയാണ്, മൻ അന്തി വലിമൻ അന്തി എന്നുടൻ ചോദിച്ചതായി. മൻ അന്തി, നീ ആരാണ് പെണ്ണേ? വലിമൻ അന്തി, നീ ആർക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. മൻ അന്തി വലിമൻ അന്തി എന്നിടൻ ചോദ്യമായി നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്നെ റബ്ബ് പടച്ചതായി. ഉടനെ തന്നെ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറയാൻ, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ പടച്ചത്. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു അനുരാഗത്തിൻ്റെ സുന്ദരമായ മധുരിമ ആ തുളുമ്പുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ എന്താണ് സംഭവിച്ചത്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം എഴുന്നേറ്റ് ആദം അപ്പൊ വിളിച്ചു. ആദം അപ്പോൾ വിളിച്ചാദം അടുക്കുക എന്നിലെ. ആദം നബി അലൈഹി സ്വലാം വിളിക്കുകയാണ്, ഇങ്ങോട്ട് വാ പെണ്ണെ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചാദം അടുക്കുക എന്നിലെ, മറുപടി കൊടുത്തങ്ങോട്ട് ചെല്ലാൻ തന്നിലേ. ഹവ്വാ ബി റളിയല്ലാഹു അൻഹ സർവ്വനാണത്തോടു കൂടി പറയാണ്, അങ്ങോട്ട് ഞാൻ വരില്ല, ഇങ്ങോട്ട് വരണം. അങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ആദം നബിയോട് പറഞ്ഞപ്പോ എഴുന്നേറ്റ് ആദം തന്നെ പിന്നെ നടന്നതായി ഹവ്വാ സമീപത്തേക്കുടൻ ചെല്ലുന്നതായി. ഹവ്വാ ബി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് ആദം നബി അലൈഹി സ്വലാം അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെയാണ് അതുകൊണ്ട് പതിവായി വന്നതിന്നും അങ്ങിനെ അങ്ങോട്ട് പുരുഷൻ ചെന്ന് കെട്ടൽ പെണ്ണിനെ. ആദം സന്തതികളെല്ലാം ഇപ്പോഴും സർവ മതത്തിലും സർവ സംസ്കാരത്തിലും സർവ നാട്ടിലും
ഉള്ള ഒരു ചര്യയാണ്. പെണ്ണ് എവിടെയാണോ ഒരുങ്ങിയിരിക്കുന്നത് അങ്ങോട്ട് പുരുഷന്മാർ അവരുടെ ആളുകളുമായി ചെന്ന് പെണ്ണ് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു ശൈലി. അത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങോട്ട് വിളിച്ചപ്പോ നമ്മുടെ ഉമ്മ ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹ, എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് ആദം നബി അതനുസരിച്ച് അങ്ങോട്ട് ചെന്നു കെട്ടി ഒരു ജീവിതം ആരംഭിച്ചു. അൽഹംദുലില്ലാ, നല്ലൊരു ചരിത്രം അത് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് നല്ല നിലക്ക് നമുക്ക് പാടിത്തരികയാണ്. അള്ളാഹു തഴവ ഉസ്താദിന്റെ ദറജയെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹവ്വാ റളിയല്ലാഹു രണ്ടുപേരുടെയും ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.